മണിയായി, അതുകൊണ്ട് തന്നെ എല്ലാവരും പാക്ക് ചെയ്ത് പോവാം. മറ്റേ മോർണിംഗ് മാർക്കറ്റ് ഉണ്ടല്ലോ, അവരൊക്കെ പോവാം. അപ്പോൾ നമുക്ക് ടോട്ടോ എടുക്കാൻ പോവാം. ഓക്കെ, ടോട്ടോ എടുക്കണോ ഡ്രാഗൺ എടുക്കണോ? ടോട്ടോ എടുക്കാം അല്ലേ, ടോട്ടോ എടുക്കാം. എല്ലാം 4 സംഖ്യ. ജാക്ക് ബോട്ടിന് എങ്ങാണ്ടും 5 നമ്പർ ഉണ്ടെന്നാണ്. ജാക്ക് ബോട്ട് പൊളിയാവും. ചിക്കൻ ഉണ്ട്. മാർക്കറ്റൊക്കെ അടച്ചു. വീട്ടിൽ ചെന്നിട്ട് നിറയെ വിലയുണ്ട്. ഇതാണ് ഡാർഗൺ. ഇവിടെ കണ്ടോ ടോട്ടൻ എടുക്കാം. അയ്യോ, നല്ല പൊരി വെയിൽ. താങ്ക് യു. ഒരു ചെരുപ്പും വാങ്ങിക്കാം. എൻ്റെ ചൈനീസ് നിയറായിട്ട് കെട്ടിയിട്ട് ചിക്കൻ റൈസ് കഴിച്ചു ഒരു ദിവസം. കുഴപ്പമില്ല കേട്ടോ, 7 റിംഗറ്റ് ഉണ്ടായിരുന്നത്, നന്നായിരുന്നു. ചിക്കനും ഉണ്ടായിരുന്നു. ചിക്കൻ മാത്രം ഉണ്ടാവും. ചിക്കൻ റൈസിന് ചിക്കനെല്ലാം ഉണ്ടാവുള്ളൂ. ഇതാണ് ടോട്ടോ. ഓക്കെ, തിരക്കുണ്ട്, സാരില്ല. നമ്പർ എടുക്കട്ടെ. ഓക്കെ, എല്ലാവരും കണ്ടല്ലോ. നമ്പർ ഇതൊക്കെ എടുക്കാവേ. പൈസ എടുക്കട്ടെ. ഫോട്ടോ എടുത്തു. കണ്ടല്ലോ എല്ലാവരും. തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് വേറെ വഴി പോകാവേ. ഫോട്ടോ എടുത്തിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം നന്നായിട്ട് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ. എൻ്റെ ലൈഫിൽ എന്താ പറയുക, ഒരു വലിയൊരു കൊടീശ്വരി ആവണമെന്ന് ആഗ്രഹം. ഓക്കെ, കൊടീശ്വരി ആവട്ടെ. നിങ്ങളൊക്കെ സഹായിക്കാം. എല്ലാവരും കൊടീശ്വരി ആവട്ടെ. അയ്യോ, ഈ വഴി നമ്മൾ വന്നിട്ടുള്ളതാണേ, എന്നാലും ജസ്റ്റ് ഒന്ന് പോയേക്കാം. ഓക്കെ, ഈ വഴി തന്നെ പോകാം. വേറെ വഴിയൊക്കെ പോയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ചോറും വയ്ക്കാതെ ചോറ് വയ്ക്കണം. വെണ്ടയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. വെണ്ടയ്ക്ക വയ്ക്കാം. എനിക്കിഷ്ടം. എനിക്ക് വെജിറ്റബിളിൽ എല്ലാം ഇഷ്ടം. വെജിറ്റബിൾ അങ്ങനെ ഇഷ്ടമല്ലാത്തത് ഏതാ? ഇഷ്ടമല്ലാത്ത ഏതാണ്? എല്ലാം ഇഷ്ടം കേട്ടോ. പച്ചക്കറി എല്ലാം ഇഷ്ടം. പീച്ചിങ്ങയും തക്കാളി, മുരിങ്ങാക്കോല്, തക്കാളി. തക്കാളി കൊണ്ടുള്ള അഭിഷേകം. അയ്യോ, ഒന്ന് മാറ്റി പിടിക്കാമായിരുന്നല്ലേ. ടോട്ടോന് പകരം വേറെ എടുക്കാമായിരുന്നു. സാറില്ല, എന്തായാലും എടുത്തോയില്ലേ എൻ്റെ കുബേരി കുഞ്ചു മുത്തപ്പം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ഓറഞ്ച് ബട്ടർഫ്ലൈസിനറിയോ? ഓറഞ്ച് ബട്ടർഫ്ലൈസും അതിൻ്റെ അരികിൽ കറുപ്പ് ഡോട്ടായിട്ടുണ്ടാവും. അത് തന്നെ ആ ബട്ടർഫ്ലൈസ് നമ്മളില്ലേ
സംസാരിക്കാട്ടോ, ഒരു മിനിറ്റ്. എന്ത് സംഭവം എന്നാ, റോഡ് ക്രോസ് ചെയ്യാൻ പോണേ. സിഗ്നലാണ്, എന്തായാലും ക്രോസ് ചെയ്യും. ഓക്കെ. എന്താ പറഞ്ഞു വന്നേ, അതായത് ഓറഞ്ച് ബട്ടർഫ്ലൈസ്. ഈ ഓറഞ്ച് ബട്ടർഫ്ലൈസ് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമല്ലോ വീട്ടിൽ നിന്ന്, എന്തെങ്കിലും ശുഭകാര്യത്തിന് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ബട്ടർഫ്ലൈസിനെ കാണുകയെന്നുണ്ടെങ്കിലേ ആ കാര്യം നമുക്ക് നടന്ന് കിട്ടിയിരിക്കും. എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ, എനിക്ക് അനുഭവം ഉള്ളതാണ്. ആ ഓറഞ്ചും ബ്ലാക്ക് ബട്ടർഫ്ലൈ, ബ്ലാക്ക് ഡോട്ടായിട്ട് ചിറകിൻ്റെ അവിടെ ബ്ലാക്കായിട്ട് മിനി കൂപ്പർ വണ്ടി പോകുന്നുണ്ട്. ആ ബട്ടർഫ്ലൈസിനെ കണ്ടാൽ നമ്മുടെ കാര്യം സക്സസ് ആവുമെന്ന് പറയുന്നത്. അങ്ങനെ എനിക്കങ്ങനെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് തന്നു. ഞാൻ ഈ ഫയൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും എന്താ പറയണേ, ഒന്നും നോക്കത്തില്ലാന്നേ, ഞങ്ങളുടെ എല്ലാം കൂടി ഞങ്ങൾ ഫയൽ ചെയ്യും. അപ്പോൾ കോപ്പി എടുക്കാൻ സാർ എപ്പോഴും പറയും, എനിക്ക് ഹിയറിങ്ങിന് കോപ്പി വേണം. ഞാൻ കോപ്പി എടുത്തില്ല. ഓർഡർ എല്ലാം കൊണ്ട്, ഓർഡറും ഒക്കെ കൊണ്ട് ഫയൽ ചെയ്തു. സാർ ഹിയറിങ്ങിന് വെച്ച് ഡിക്സി ഫയൽ എവിടെ, ഫയൽ എടുത്ത് കൊടുത്തപ്പോൾ ഫയലിൻ്റെ ഉള്ളിലൊന്നുമില്ല. ദൈവമേ, എന്ത് ചെയ്യും? ഹിയറിങ്ങിന് സാർ എന്ത് പറയും? ഓർഡർ നോക്കിയിട്ട് കാര്യം പറയണ്ടേ, അതുമില്ല, ഒന്നുമില്ല. അവസാനം ഞാൻ ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അതിനകത്ത് ഓഫീസ് കോപ്പി ഉണ്ടായിരുന്നു. പിന്നെ അവരെന്തോ ആ ഓറഞ്ച് ബട്ടർഫ്ലൈസിനെ ഞാൻ കണ്ട് ഞാൻ ദൈവമേ കിട്ടണേന്ന് കാണലും. ഞാൻ അവരോട് ചെന്ന് ചോദിച്ചപ്പോൾ ഒരു എക്സ്ട്രാ കോപ്പി ഉണ്ടായിരുന്നു അതിനകത്ത് ഫയലിങ്ങിന് ശേഷം. അപ്പോൾ അവർ എനിക്ക് തന്നിട്ട് പറഞ്ഞ് കോപ്പി എടുത്തോളെന്നും പറഞ്ഞു. അങ്ങനെയൊന്നും ആരും തരത്തൊന്നുമില്ല, എൻ്റെ ഭാഗ്യം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓറഞ്ച് ബട്ടർഫ്ലൈസിനെ കാണുക നല്ലതാണ്. വേറെ ഒന്നുമില്ല കേട്ടോ. എനിക്ക് ചോറ് വയ്ക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഈ പുള്ളിക്കാരനെ കണ്ട ചായ വയ്ക്കുന്ന ആ പുള്ളിക്കാരൻ ഫേസ്ബുക്കിലൊക്കെ ആരാണ്ട് അടിച്ചിറക്കി, എന്താ പറയണ, 1 കോടി രൂപയാണ് വരുമാനം, കുറേ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കി. അവസാനം അത് കംപ്ലൈൻ്റ് ആയി തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ടാക്സ് കൊടുക്കണ്ടേ, അങ്ങേക്ക് ഈ ഒരു കട മാത്രമേ ഉള്ളൂ. വെറുതെ ആൾക്കാരെ അതും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണ്. ആൾക്കാർക്ക് വായി തോന്നണം കോതൊക്കെ പാട്ടെന്ന് പറയണ എന്ത് പറയണം, എന്തെങ്കിലും പറയാതെ അല്ലേ, എല്ലാവരും കണക്കാണ്. നമ്മൾ നടന്ന് നമ്മുടെ വീടെത്താറായിട്ടുണ്ട്. ഓക്കെ, ചോറ് കഴിക്കണം, ഭയങ്കര ദാഹം, വെള്ളം കുടിക്കണം. ഞാൻ ഇവിടെ നിന്ന് ഒരു ദിവസം ചായ കുടിച്ച്, എന്തിനുള്ള നമ്മുടെ നാട്ടിലെ ചായ കേട്ടോ നല്ലത്, എനിക്കെങ്കിലും ഇഷ്ടപ്പെട്ടുന്നില്ല. കെട്ടിയാനെ പറഞ്ഞത് ഇവിടുത്തെ ചായ സൂപ്പറാടി. ഞാനും കുടിച്ച് 3 റിങ്കറ്റ്, 3 5 എങ്ങാണ്ട് റിങ്കറ്റ്, വെറുതെ ആ കാശ് കളഞ്ഞു. അതിന് വല്ല ചിക്കൻ റൈസും മേടിച്ച് കഴിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ നാട്ടിലെ ചായ സൂപ്പർ. അതുപോലെ ഇവർക്കില്ലേ, നമ്മൾ ചായ കടുപ്പത്തിലൊക്കെ എടുക്കത്തില്ലേ, അതൊന്നും ഇവർക്ക് പിടിക്കുക. അവർക്ക് ചായ വെളുത്തിരിക്കണം. ഇതെന്താ ചുമന്ന കളറാകുമ്പോൾ ഇതെന്താ പാലില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ലല്ലോ, നല്ല ചുമന്ന് നല്ല നല്ല മണം. എനിക്കൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിരുന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഈ കടയിലുണ്ടല്ലോ, ആ കടയിൽ വന്നിട്ട് ഞാനൊരു അവരെ കാണാതെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തില്ല. അപ്പം തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു. അങ്ങനെ കെട്ടിയാൽ പറഞ്ഞ് നീ വലിയവരുടെയും പെർമിഷൻ ഇല്ലാതെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കോപ്പിറൈറ്റ് വരില്ലേ. അപ്പം ഞാൻ ആ പരിസരത്തോട്ട് ഞാൻ പോകാറില്ല. കാണിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇത് കോപ്പിറൈറ്റ് വരും. ഇതെൻ്റെ സ്വന്തം വീഡിയോ. ഡ്രൈ ക്ലീനിങ് ഉള്ളി 3.80 റിങ്കറ്റ്, അയണിങ് 1.8 റിങ്കറ്റ്. വാവ്, നട്ടുച്ച വെയിലത്ത് ഞാനിങ്ങനെ നടക്കുന്നു, അയ്യോ. ടോട്ടർ എടുത്ത് നമുക്ക് വൈകുന്നേരം നോക്കാം. ടോട്ടർ ഓക്കെ. അയ്യോ, TMC കഴിഞ്ഞോ? ഇല്ല, ഇത് TMCക്ക് ഒരു സാധനം വാങ്ങിക്കണം, ചെരുപ്പ് വാങ്ങിക്കണം. ബാറ് ഉണ്ടോ?
ഇതൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു മൈ ഡിയർ ഫ്രണ്ട്സ്. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്, എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെന്താ, വേറൊന്നുമില്ല. അപ്പം ഞാൻ പോയി ചെരുപ്പ് വാങ്ങിക്കട്ടെ. ഓക്കെ ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, സീ യു ലേറ്റർ. ഇത് നമ്മളുടെ പബ്ലിക് ലോണ്ടറി. ഓക്കെ, ബൈ.